മറ്റൊരു പ്രധാന റിപ്പോർട്ട് ഇപ്പോൾ വരുന്നത് CPI സംസ്ഥാന കൗൺസിലിൽ മുഖ്യമന്ത്രിക്ക് രൂക്ഷ വിമർശനം. ഭക്ഷ്യവകുപ്പിന് ബജറ്റിൽ തുക അനുവദിക്കാത്തതിലാണ് വിമർശനം. മുഖ്യമന്ത്രിക്ക് കത്തെഴുതി ഭക്ഷ്യമന്ത്രിയുടെ കൈ തെളിഞ്ഞെന്ന് മന്ത്രി GR അനിലിന്റെ ഭാര്യ കൂടിയായ CPI നേതാവ് R ലതാദേവി പരിഹസിച്ചു. ആഡംബരത്തിനും ധൂർത്തിനും കുറവില്ലെന്നും യോഗത്തിൽ വിമർശനം ഉയർന്നു. CPI മന്ത്രിമാരുടെ വകുപ്പുകളെ അവഗണിച്ചതിലും വിദേശ സർവകലാശാല വിഷയത്തിലും CPI സംസ്ഥാന കൗൺസിലിൽ രൂക്ഷ വിമർശനമാണ് ഉണ്ടായത്. ബജറ്റ് അവഗണനയിൽ പ്രതിഷേധം തണുപ്പിക്കാൻ ശ്രമിച്ച സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം വിദേശ സർവകലാശാല വിഷയത്തിലേത് നയവ്യതിയാനമെന്ന് സമ്മതിച്ചു. വിഷയം മുന്നണിയിൽ ഉന്നയിക്കണമെന്ന് നേതാക്കൾക്ക് അദ്ദേഹം ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഷഫീദ് റാവുത്തർ വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, ഈ 2-3 വിഷയങ്ങളുണ്ട്. ആദ്യം ഈ ബജറ്റിൽ വകുപ്പിന്, പ്രത്യേകിച്ച് CPIയുടെ വകുപ്പുകൾക്ക് വേണ്ടത്ര വിഹിതമില്ല. അത് ഭക്ഷ്യവകുപ്പിന് വലിയ പരാതിയുണ്ട്. ഭക്ഷ്യമന്ത്രി അത് പൊതുവേദിയിൽ പറയാതെ പറയുകയും ചെയ്തിട്ടുണ്ട്. എന്താണ് ഇന്ന് ആ വിഷയത്തിൽ മുന്നണിയിൽ അല്ലെങ്കിൽ CPI യോഗത്തിൽ നടന്ന ചർച്ചയുടെ പൊതു സ്വഭാവം? വിജയകുമാർ, പ്രതിസന്ധി ഉണ്ടായിട്ടും സപ്ലൈകോയെ പാടെ അവഗണിച്ചതടക്കം വലിയ തരത്തിലുള്ള വിമർശനങ്ങൾക്ക് വഴിവെക്കുന്നതിനിടെ എന്തെങ്കിലും ഒരു അനുനയ നീക്കം, അതായിരുന്നു അടുത്ത ദിവസം തിങ്കളാഴ്ച നടക്കാൻ പോകുന്ന ബജറ്റ് ചർച്ച അടക്കമുള്ള കാര്യങ്ങളിലൂടെ പരിഗണിക്കാൻ CPM തീരുമാനിച്ചത്. ഇതിനിടെയാണ് CPI സംസ്ഥാന കൗൺസിലിൽ അതിരൂക്ഷമായ വിമർശനം മുഖ്യമന്ത്രിക്കെതിരെ അടക്കം ഉയർന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഭക്ഷ്യവകുപ്പിന് ബജറ്റിൽ തുക അനുവദിക്കാത്തതിൽ കാര്യമായ വിമർശനം കൗൺസിലിൽ ഉയർന്നു. മുഖ്യമന്ത്രിക്ക് കത്തെഴുതി ഭക്ഷ്യമന്ത്രിയുടെ കൈതെളിഞ്ഞെന്ന് R ലതാദേവിയുടെ പരിഹാസമുണ്ടായി. ഭക്ഷ്യമന്ത്രി GR അനിലിന്റെ ഭാര്യയാണ് ലതാദേവി. ആഡംബരത്തിനും ധൂർത്തിനും കുറവില്ലെന്നും വിമർശനം ഉയർന്നു. മുഖ്യമന്ത്രിയുടെ കാലിത്തൊഴുത്തിനും പശുക്കൾക്ക് പാട്ട് കേൾക്കാനും കോടികൾ ചെലവിടുന്നെന്ന് VP ഉണ്ണികൃഷ്ണൻ വിമർശിക്കുന്ന സാഹചര്യമുണ്ടായി. മാത്രവുമല്ല, പാർട്ടി വകുപ്പുകളുടെ ഭിന്ന നയമെന്നും കൗൺസിലിൽ വിമർശനം ഉയർന്നു. വിമർശനം കടുത്തതോടെ സംസ്ഥാന സെക്രട്ടറി ഒരിടയ്ക്ക് ഇടപെട്ടതാണ്. പക്ഷേ അപ്പോഴും മറ്റു ചില കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വീണ്ടും വിമർശനങ്ങൾ സജീവമായി. അതിൽ ഏറ്റവും പ്രധാനം, ബജറ്റിൽ സർക്കാരിന് മുൻഗണന ഇല്ല എന്നുള്ളതായിരുന്നു. വീണ്ടും അധികാരത്തിൽ വരാൻ സഹായിച്ച സപ്ലൈകോയെ അടക്കം മറന്നു. ആലോചനയില്ലാതെ തയ്യാറാക്കിയ ബജറ്റാണിത്. മുൻപൊക്കെ കൂടിയാലോചന നടന്നിരുന്നു, ഇപ്പോഴതൊന്നും ഉണ്ടാകുന്നില്ല എന്നുള്ള വിമർശനം കൂടി CPI സംസ്ഥാന കൗൺസിലിൽ ഉയർന്നു. അങ്ങനെ വിമർശനം പരിധി വിട്ടതോടുകൂടി CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം കാര്യങ്ങളിൽ ഇടപെട്ടു. തിരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ ഒന്നും പുറത്തറിയേണ്ടെന്ന് ബിനോയ് വിശ്വം നിലപാടെടുത്തു. പറയേണ്ട വേദികളിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. അനാവശ്യ ചർച്ചയിലേക്ക് പോയാൽ അത് ഗുണകരമാകില്ല എന്നുള്ളൊരു മുന്നറിയിപ്പ് കൂടി ബിനോയ് വിശ്വത്തിന്റെ ഭാഗത്ത് നിന്ന് CPI സംസ്ഥാന കൗൺസിലിൽ ഉയർന്നു. അതേസമയം ഈ വിദേശ സർവകലാശാലയ്ക്കെതിരെയും CPIയിൽ വിമർശനം ഉയർന്നു. വിദേശ സർവകലാശാല മുന്നണിയുടെ നയവ്യതിയാനമാണ്. എതിർത്ത് ലേഖനം എഴുതിയവർ ഇപ്പോൾ നടപ്പാക്കുന്നു. വിഷയം മുന്നണിയിൽ ഉന്നയിക്കണമെന്ന് CPI സംസ്ഥാന കൗൺസിലിൽ ആവശ്യം ഉയർന്നു. വിദേശ സർവകലാശാല നയവ്യതിയാനമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം സമ്മതിച്ചു. മുന്നണിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് ബിനോയ് വിശ്വം സംസ്ഥാന കൗൺസിലിൽ ഉറപ്പും നൽകിയിട്ടുണ്ട്. വിജയകുമാർ, ഇതിൽ പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണങ്ങളിൽ പലതുമാണല്ലോ CPI യോഗത്തിൽ കേട്ടത്. ഒന്ന്, ആഡംബരം, മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലെ കാലിത്തൊഴുത്ത്, അവിടുത്തെ അതിൻ്റെ ചിലവൊക്കെ പ്രതിപക്ഷം പറയുന്നതാണ്. അത് CPI നേതാക്കൾ അവരുടെ പാർട്ടി കമ്മിറ്റിയിൽ പറഞ്ഞു എന്ന് പറയുമ്പോൾ അത് വലിയ ഗൗരവമുള്ള പ്രശ്നമാണല്ലോ. ഇത് മുന്നണി യോഗത്തിൽ ഇതേ നിലയിൽ ഉന്നയിക്കാൻ CPI സംസ്ഥാന സെക്രട്ടറിക്ക് കഴിയുമോ? ഉറപ്പായിട്ടും ഇതേ രീതിയിൽ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന് ഇക്കാര്യങ്ങൾ ഉന്നയിക്കേണ്ടി വരും അടുത്ത LDF യോഗത്തിൽ. കാരണം ഇതുമായി ബന്ധപ്പെട്ട്, അതായത് പ്രത്യേകിച്ച് CPI വകുപ്പുകളെ അപ്പാടെ ഒഴിവാക്കി എന്നുള്ളൊരു വിമർശനം അത് വകുപ്പ് മന്ത്രിമാർക്ക് എന്നതിനപ്പുറത്തേക്ക് CPI സംസ്ഥാന കൗൺസിലിൽ മറ്റംഗങ്ങൾ കൂടി വിമർശനമായി ഉയർത്തി. അതിൽ ഈ പറയുന്ന GR അനിലിന്റെ ഭാര്യ എന്നതിനപ്പുറത്തേക്ക് മറ്റു ചില അംഗങ്ങൾ അത് മുഖ്യമന്ത്രിയുടെ പേരെടുത്ത് മുഖ്യമന്ത്രിയെ കുറ്റപ്പെടുത്തി. ക്ലിഫ് ഹൗസിലെ കാലിത്തൊഴുത്തും അതേപോലെ തന്നെ മറ്റ് സൗകര്യങ്ങളടക്കമുള്ള കാര്യങ്ങൾ എണ്ണി പറഞ്ഞാണ് വിമർശനം ഉന്നയിച്ചത്. നയവ്യതിയാനം എന്നുള്ളതിനപ്പുറത്തേക്ക് അതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം, മുന്നണിക്കകത്ത് നിന്ന് ഉയർന്ന വിമർശനങ്ങളിൽ ഒന്ന്, അതിൽ കൂടിയാലോചനകൾ നടക്കുന്നില്ല എന്നുള്ളതാണ്. അതായത് ബജറ്റിലടക്കം CPI മന്ത്രിമാരോട് കാര്യമായ കൂടിയാലോചനകൾ നടന്നിട്ടില്ല എന്നുള്ള വിമർശനം ഉയരുമ്പോൾ സ്വാഭാവികമായും അത് CPMനെ സംബന്ധിച്ച് അവർ കൂടുതൽ പ്രതിരോധത്തിലാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. മാത്രവുമല്ല, പാർട്ടി വകുപ്പുകളോട് ഭിന്ന നയമെന്ന അതിരൂക്ഷ വിമർശനം കൂടി ഇതുമായി ബന്ധപ്പെട്ട് ഉയരുന്നുണ്ട്. അങ്ങനെ ഇന്ന് CPI സംസ്ഥാന കൗൺസിലിൽ CPMനെ അപ്പാടെ പ്രതിരോധത്തിലാക്കുന്ന വിമർശനങ്ങൾ അംഗങ്ങൾ ഉന്നയിക്കുന്നു. നമ്മൾ മുൻപ് സൂചിപ്പിച്ചതുപോലെ ഒരു ഘട്ടത്തിൽ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഇടപെട്ടെങ്കിൽ കൂടി അത് അതിരൂക്ഷമായ വിമർശനങ്ങൾക്ക് വഴിവെച്ചു. ഒരു തരത്തിൽ ഒന്ന് തണുപ്പിക്കാനുള്ള ശ്രമം ബിനോയ് വിശ്വത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായി. കാരണം ഇതിനോടകം തന്നെ അറിയിക്കേണ്ട വേദികളിൽ ബജറ്റിൽ ഒഴിവാക്കിയ കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ബിനോയ് വിശ്വം പറയുന്നെങ്കിൽ കൂടി മറ്റംഗങ്ങൾക്ക്, അതല്ലെങ്കിൽ ഭൂരിഭാഗം
ഭൂരിപക്ഷം അംഗങ്ങൾക്കും CPI അവഗണിച്ചതിൽ കാര്യമായ പ്രതിഷേധം അതുണ്ട്. അതിന്ന് CPI സംസ്ഥാന കൗൺസിലിൽ അവർ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇനി വരുന്ന LDF യോഗത്തിൽ എപ്രകാരം ഇക്കാര്യം CPI സംസ്ഥാന സെക്രട്ടറി അവതരിപ്പിക്കുമെന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. വിജയകുമാർ. യെസ്, ബിനോയ് വിശ്വം യോഗത്തിൽ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട വിമർശനം വിദേശ സർവകലാശാല വിഷയത്തിലേത് നയവ്യതിയാനം തന്നെ എന്നാണ്. ഈ വിഷയം മുന്നണിയിൽ ഉന്നയിക്കണമെന്ന് നേതാക്കൾ ആവശ്യപ്പെടുകയും ഇത് മുന്നണി നേതൃത്വത്തെ ഇക്കാര്യത്തിൽ CPIയുടെ നിലപാട് അറിയിക്കും എന്ന് ബിനോയ് വിശ്വം യോഗത്തെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്.